നമുക്കിപ്പം ടോപ്പ് ഓർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അത് കഴിഞ്ഞ് സൂര്യകുമാർ, ഹർദിക് പാണ്ഡ്യ അവരാണ് ടോപ്പ് ഓർഡേഴ്സിൽ റൈറ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ളത്. ടോപ്പ് ഓർഡേഴ്സ് മീൻസ് ടോപ്പ് ആൻഡ് മിഡിൽ വരുന്നത്. ബാറ്റ്സ്മാൻമാർ, കാരണം ഹർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ ആണ്, ബാറ്റിംഗും ബോളിംഗും രണ്ടും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹർദിക് പാണ്ഡ്യനെ ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 റൈറ്റ് ഹാൻഡേഴ്സ്, ഫസ്റ്റ് ടോപ്പിൽ വരുന്ന 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ്. അത് കഴിഞ്ഞ് ശിവൻ ഡൂബെ ആണെങ്കിലും റിങ്കു സിംഗ് ആണെങ്കിലും ഈവൻ അക്ഷർ പട്ടേൽ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിലും അവരും 3 പേരും അഗെയിൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പൊ 6 ലെഫ്റ്റ് ഹാൻഡേഴ്സും 2 റൈറ്റ് ഹാൻഡേഴ്സും നമുക്ക് ബാറ്റ്സ്മാൻമാരായിട്ടുള്ളൂ. ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു പട തന്നെ നമുക്കുണ്ട് ശരിക്കും. അപ്പം കഴിഞ്ഞ കുറെ മാച്ചസിൽ, ഇപ്പൊ ഫസ്റ്റ് ഇട്ടിട്ടുള്ള എല്ലാ മാച്ചസിലും അഭിഷേക് ശർമ്മേനെ കുടിക്കിയ ഒരു പ്ലാനിങ് എന്തായിരുന്നു വെച്ചാൽ ഒരു ഓഫ് സ്പിന്നറെ കൊണ്ടുവരും, ഫസ്റ്റ് ഓവർ ചെയ്യിപ്പിക്കും, അതിലൂടെ ഒരു വിക്കറ്റ്. അങ്ങനെ 1-2 മാച്ചസിൽ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ഇന്നത്തെ മാച്ചിലുണ്ടായിരുന്നു, കഴിഞ്ഞ മാച്ചിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പക്ഷേ അഭിഷേക് അല്ല കെണിയിൽ വീണത്, ഇഷാൻ കിഷൻ ആയിരുന്നു. ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓൾറെഡി വന്ന് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ടീമിന് അറിയാം എവിടെ ഏത് കെണിയാണ് വെക്കേണ്ടത്, ആ കെണിയിൽ എങ്ങനെ വീഴ്ത്തണം എന്നുള്ളത്. അങ്ങനെ ഒരു പ്ലാൻ ഓൾറെഡി മുൻകൂട്ടി അവർ പ്രിപ്പയർ ചെയ്താണ് വരുന്നത്, പഠിച്ചാണ് വരുന്നത്. അപ്പൊ ആ പഠിച്ചു വരുന്നതിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് അത് കുറച്ച് മാച്ചസിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്.